പോലീസിനെതിരെ ഭീഷണി പ്രസംഗവുമായി കെ മുരളീധരൻ ഇന്ന് രംഗത്ത് വന്നു. സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയാൽ അടിച്ച് കാലൊടിക്കുമെന്നും കെ മുരളീധരൻ ഭീഷണി മുഴക്കി. മുരളീധരന്റെ ആ വാക്കുകളാണ് നമ്മുടെ ഇന്നത്തെ പഞ്ച് ഡയലോഗുകളിൽ ഒന്ന്. പോലീസിന്റെ തലപ്പത്തുള്ള ശ്രമിച്ചാൽ പോലും ഈ കശ്മലന്മാരെ രക്ഷിക്കാൻ ഒരു കൂട്ടം ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഈ 4 വിദ്വാന്മാരുടെ ഫോട്ടോ നിങ്ങളിവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ സസ്പെൻഷനിലാണ്, ശരി. പക്ഷേ ഇവരെ ഡിസ്മിസ് ചെയ്യുന്നവരെ ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇനി ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ 8 മാസം കഴിഞ്ഞ് ഞങ്ങൾ വന്നാൽ ഡിസ്മിസ് ചെയ്യും എന്ന് വെച്ചാൽ 8 മാസം മിണ്ടാതിരിക്കുന്നു കരുതണ്ട. കുറെയൊക്കെ ശാന്തമായി കഴിഞ്ഞാൽ ഇമാരെ വീണ്ടും അങ്ങ് പുറത്തിറക്കിയാലുണ്ടല്ലോ, ഞാൻ മറ്റൊന്നും പറയുന്നില്ല. നമ്മുടെ പ്രവർത്തകർ നല്ല ചുറുചുറുക്കുള്ള കുട്ടികളാണ്, അടിച്ച് കാലം കുടിക്കും. ഞാൻ അത്രേ പറയുന്നു. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ യൂണിഫോം ഇട്ട് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞല്ലോ. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികളുണ്ട്. ഇന്ന് തന്നെ അവരോട് പറഞ്ഞിരിക്കുകയാണ്, പ്രതിഷേധ സദസ്സാണ്, ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് അവസരമുണ്ട്. ഒരു യൂണിഫോം ഇട്ട് പുറത്തു വന്നാൽ അന്ന് നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളും ചെയ്തോളാം. മറ്റൊരു പഞ്ച് ഡയലോഗ് രാജീവ് ചന്ദ്രശേഖറിൻ്റെതാണ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. BJPയിൽ ധൂർത്ത് എന്ന പരാതിയെക്കുറിച്ച് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി. ചെലവ് കൂടിയെന്ന് നിങ്ങളാണോ പറയേണ്ടതെന്നും വേറെ എന്തെങ്കിലും പണി നോക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ഷോഭത്തോടെയുള്ള പ്രതികരണം. BJPക്കുള്ളിൽ വലിയ ചെലവ്, കൂടുതൽ ചെലവാണെന്നുള്ളൊരു ആക്ഷേപം നിങ്ങളെ പറയുന്നു. വേറെ പണി നോക്കുന്നു. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ സ്വർണ്ണ പാളി ഇറക്കി അനുചിതമാണെന്ന്.